ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഫ്ലെക്സീഡും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂവും ഒക്കെ ഉപയോഗിച്ചിട്ടൊരു ജെല്ലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ജെല്ല് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നല്ല സ്മൂത്ത് ആവുകയും അതുപോലെ വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാനും സഹായിക്കുന്ന ഒരു ജെല്ലാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു 3-4 ഗ്രാമ്പൂ എടുക്കുക. ഞാനിപ്പോൾ ഒരു 5-6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഫ്ലാക്സ് സീഡ് എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 1 കപ്പ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സാക്കി നമുക്കൊരു 10 മിനിറ്റ് ഗ്യാസിൽ വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഈ തിളച്ച് ഒരു 10 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ജെല്ല് പരുവത്തിൽ മിക്സായി കിട്ടും. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നല്ലോണം ഗ്യാസ് വെച്ച് തിളപ്പിച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയ ചൂടോടുകൂടി നമുക്കിത് അരിച്ചെടുക്കണം. ഇത് ചെറിയ ചൂടോടുകൂടി അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് അരിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തണുത്ത് പോവുകയാണെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. നമുക്ക് ഇനി അത് അരിച്ചെടുക്കാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ നമുക്ക് തുണിയിൽ ഉപയോഗിച്ച് നമുക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ചെറിയ ചൂടോടെ ഇത് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം തണുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കുക. തണുത്ത ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1 ടീസ്പൂൺ ഹണിയാണ്. ഹണി നമുക്ക് ചേർത്ത് കൊടുത്താൽ തന്നെ മുഖത്ത് നല്ല സ്മൂത്ത് ആവുകയും മുഖത്ത് നല്ല ഗ്ലോ കിട്ടുകയൊക്കെ ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്. അതുകൂടെ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഈ 3 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അത് നല്ലോണം ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ചെറിയ ഗ്ലാസ് ജാറിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിലൊരു 1 വീക്കോളം നമുക്ക് അല്ലെങ്കിൽ 10-12 ദിവസത്തോളം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിത് എന്നും രാത്രി കിടക്കാൻ നേരം മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ ശേഷം ഇത് കഴുകിക്കളയുക. അപ്പം രാത്രി മുഖത്ത് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം ഇത് ഡ്രൈ ആയ ശേഷം അരമണിക്കൂർ വെക്കുക. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഡെയിലി ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുള്ള പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും മുഖം നല്ലൊരു ഗ്ലോ തോന്നിക്കുകയും അതുപോലെ വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുകയും സ്കിന്നൊരു ടൈറ്റൻ ആവുകയൊക്കെ ചെയ്യും. അതുപോലെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോവുകയും അത് കഴുത്തിലും ഒക്കെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ താഴെയുള്ള കറുപ്പ് നിറമൊക്കെ അത് പെട്ടെന്ന് പോകാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ വന്ന പാടുകൾ പോകാനും അതുപോലെ സ്കിൻ ഒരു ടൈറ്റനിങ് തോന്നിക്കുക, സ്കിൻ സ്മൂത്ത് ആവുകയും നല്ലൊരു ഗ്ലോ തോന്നിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ജെല്ലാണിത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നല്ല റിസൾട്ട് ഇടുന്നൊരു ജെല്ലാണിത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിരിക്കും. താങ്ക്